VS എന്തായിരുന്നു എന്ന് നമുക്ക് ഇപ്പോഴാണ് പൂർണ്ണമായും മനസ്സിലായത്. ഇപ്പോൾ ദേശാഭിമാനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് പേജ് വളരെ എല്ലാവരെയും ആ VS എന്തായിരുന്നു എന്ന് കാണിക്കുന്ന ആ ഒരൊറ്റ ഫോട്ടോ മാത്രം മതി. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വിലാപയാത്ര 19 മണിക്കൂറിന് ശേഷമാണ് ആലപ്പുഴയിൽ എത്തിച്ചേർന്നത്. കടപ്പുറം റിക്രിയേഷൻ ഗ്രൗണ്ടിൽ 10 മുതൽ പൊതുദർശനമുണ്ട്. സംസ്കാരം വൈകിട്ട് 3-ന് വലിയ ചുടുകാട്ടിൽ. സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായി. അതായത് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയവരുടെ തിരക്ക് കാരണം വാഹനം വളരെ വൈകിയാണ് ഓരോ സ്ഥലത്തേക്കും നിശ്ചയിച്ചതിൽ നിന്നും ഒരുപാട് വൈകിയാണ് പല സ്ഥലങ്ങളിലും എത്തിയത്. സമര കേരളത്തിൻ്റെ ദീർഘപാതയിൽ ജനസാഗരം ആർത്തിരമ്പി. വഴിയരികിൽ ഓർമ്മകൾ നിറഞ്ഞു തുളുമ്പി. മുദ്രാവാക്യങ്ങൾ കവിതകളായി. പലവട്ടം വന്നണഞ്ഞ വീഥിയിലൂടെ VS വീണ്ടും എത്തുകയാണ്. പതിറ്റാണ്ടുകൾ പ്രവർത്തന കേന്ദ്രമാക്കിയ അനന്തപുരിയുടെ അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങി തൊഴിലാളി വർഗത്തിൻ്റെ സമരഭൂമികയായ കൊല്ലത്തിൻ്റെ മണ്ണിലൂടെ പുന്നപ്ര വയലാറിൻ്റെ രണസ്മരണ ഇരമ്പുന്ന ആലപ്പുഴയുടെ മണൽപ്പരപ്പിലേക്ക്. അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തവർ, അദ്ദേഹത്തിന് യോഗ ചെയ്തവർ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടിരുന്നവർ, ഇവരൊക്കെ അദ്ദേഹത്തോട് കാണിക്കുന്ന ആ സ്നേഹവായ്പും ആ ഒരു പൊട്ടിക്കരച്ചിലും ഒക്കെ മാത്രം മതി അദ്ദേഹം എന്തായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാ സംഘപരിവാർ ഗ്രൂപ്പുകളിലും കോൺഗ്രസിൻ്റെ ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലും അടക്കം VSന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപിടി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് അവരും അദ്ദേഹത്തെ യാത്രയാക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.